നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞങ്ങൾ CPIUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എൻ്റെ പേര് ഹംദ ഫാത്തിമ. എൻ്റെ പേര് ഇഷ സിജാദ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കോട്ടപ്പാടം പഞ്ചായത്തിലാണ് ഞങ്ങളുടെ വിദ്യാലയം. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഞങ്ങളുടേത്. പഠന പാഠ്യേതര വിഷയങ്ങളിൽ ധാരാളം മുന്നേറ്റം നടത്തുന്ന ഒരു വിദ്യാലയമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ സ്കൂളിൽ പഠനത്തിന് പിന്നാക്കം വരുന്ന കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സാമൂഹിക കാര്യത്തിലും അവർ പിന്നോക്കമാണ്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കരടിയോട് അമ്പലപ്പാറ ഭാഗത്തു നിന്നാണ് ഈ വിദ്യാർത്ഥികൾ വരുന്നത്. ഈ പ്രദേശങ്ങൾ ആദിവാസി മേഖലയിൽ പെട്ടതാണ്. അവർ കൂടുതലും ആദിവാസി കുട്ടികളായിരുന്നതിനാൽ ഞങ്ങളുടെ പ്രൊജക്ടിന്റെ വിഷയം ട്രൈബൽ ഡെവലപ്മെന്റ് എന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഞങ്ങളിത് പരിശോധിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങളായി കണ്ടെത്തിയത് അവരുടെ പഠനത്തിലുള്ള പിന്നാക്കാവസ്ഥ, എഴുതാനും വായിക്കാനും അറിയാത്തൊരവസ്ഥ, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, പോഷകാഹാരക്കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. പിന്നെ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യം, അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു ജീവിത സാഹചര്യമായിരുന്നു. സാമൂഹിക ഒറ്റപ്പെടൽ അവർ നേരിടുന്നുണ്ട്. ഇത്തരം കുട്ടികളെ ഞങ്ങൾ കണ്ടെത്തി ഞങ്ങളുടെ വിദ്യാലയം തന്നെ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ചങ്ങാതിക്കൂട്ടം എന്ന പദ്ധതി ഞങ്ങൾ തുടങ്ങി. സ്കൂളിലെ കുട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങിയ ഒരു പദ്ധതിയാണ് ചങ്ങാതിക്കൂട്ടം. സ്കൂളിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും മെച്ചപ്പെടുത്താൻ വേണ്ടി അക്ഷരത്തിളക്കം എന്ന പദ്ധതി തുടങ്ങിയിരുന്നു. ഈ അക്ഷരത്തിളക്കം എന്ന പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി അവരുടെ സ്ഥലത്ത് ഞങ്ങൾ ചേർന്ന് അവർക്ക് കൂടുതൽ ക്ലാസ് എടുത്തു. അധ്യാപകരുടെ സഹായം കൂടി ഞങ്ങൾ ചേർത്തിരുന്നു. കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്ന വായനശാല ഞങ്ങൾ ആരംഭിച്ചു. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ഞങ്ങൾ അവർക്ക് വീടുകൾ വെച്ച് നൽകി. ST പ്രൊമോട്ടർമാരുടെ സഹായം കൂടി ഞങ്ങൾ തേടിയിരുന്നു. സ്കൂളിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ലാതെ ഇത്തരം കുട്ടികളെ മുൻധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഈ ട്രൈബൽ ഡെവലപ്മെന്റ് എന്ന പ്രോജക്റ്റിലൂടെ ആദിവാസി മേഖലകളിൽ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. സർക്കാർ പദ്ധതികൾ കൂടുതൽ മെച്ചപ്പെടുത്തി ആദിവാസി മേഖലയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഉറപ്പായും അവർക്ക് മാറ്റങ്ങൾ വരും. താങ്ക് യു.